സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധാരാവൈദ്യുതിയുടെ ലാസ്റ്റ് പാർട്ടാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രതിരോധകത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് റിയോസ്റ്റാറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് റിയോസ്റ്റാറ്റ് എന്താണെന്ന് നോക്കാം. ഒരു ചാലകത്തിൻ്റെ വണ്ണത്തിൽ മാറ്റമില്ലാതെ നീളം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ പ്രതിരോധം വർദ്ധിക്കുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. നീളം കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? പ്രതിരോധവും കൂടുന്നു. ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിയോസ്റ്റാറ്റിൻ്റെ പ്രവർത്തന തത്വമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, റിയോസ്റ്റാറ്റിൻ്റെ പ്രവർത്തന തത്വം എഴുതുകയാണ്. അപ്പോൾ ഇത് എഴുതിയാൽ മതി. അതായത് ഒരു ചാലകത്തിൻ്റെ വണ്ണത്തിൽ മാറ്റമില്ലാതെ നീളം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ പ്രതിരോധം വർദ്ധിക്കുന്നു. ഈ ഒരു പ്രവർത്തന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. റിയോസ്റ്റാറ്റിൻ്റെ പ്രതീകം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രതിരോധകത്തിൻ്റെ പ്രതീകം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഒരു ആരോ മാർക്ക് വെച്ച് കൊടുക്കുമ്പോഴാണ് റിയോസ്റ്റാറ്റായിട്ട് മാറുന്നത്. അപ്പോൾ രണ്ടും തെറ്റിപ്പോവാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ ലാബുകളിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ ആവശ്യാനുസരണം കറണ്ടിൽ മാറ്റം വരുത്തുവാൻ സർക്യൂട്ടിൽ റിയോസ്റ്റാറ്റ് ഉൾപ്പെടുത്തുന്നു. അപ്പോൾ കറണ്ടിൽ മാറ്റം വരുത്താനുള്ള എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് റിയോസ്റ്റാറ്റാണ് ആ ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നത്. ചിത്രം 7.2.6 കാണിച്ച രീതിയിൽ റിയോസ്റ്റാറ്റ് ഉൾപ്പെടുത്തിയ ഒരു സർക്യൂട്ട് നിർമ്മിക്കുക. റിയോസ്റ്റാറ്റിൻ്റെ സമ്പർക്കം എസ് ക്രമമായി നീക്കി ബൾബിൻ്റെ പ്രകാശത്തിൽ വരുന്ന മാറ്റം നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു റിയോസ്റ്റാറ്റുമായി കണക്ട് ചെയ്തിട്ട് ഒരു ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്വിച്ച് ഉണ്ട്, ഒരു ബൾബുണ്ട്. മുകളിലുള്ള എസ് എന്ന് പറയുന്ന ഭാഗത്തിനെ രണ്ട് സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് നീക്കാം. അതായത് ആവശ്യാനുസരണം നീക്കാൻ സാധിക്കും. അപ്പോൾ കറണ്ടിൽ വരുന്ന ഈ മാറ്റത്തിനനുസരിച്ചായിരിക്കും ബൾബിൻ്റെ പ്രകാശ തീവ്രതയിലുണ്ടാകുന്ന ആ ഒരു മാറ്റം ഉണ്ടാകുന്നത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് റിയോസ്റ്റാറ്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. റിയോസ്റ്റാറ്റിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ AB എന്ന് പറയുന്ന ഭാഗമാണ് ഇൻസുലേറ്ററായ പൈപ്പിൽ ചുറ്റിയ പ്രതിരോധം കൂടിയ കമ്പിച്ചുരുൾ. അപ്പോൾ AB എന്ന് പറയുന്ന ഭാഗം എന്താ? ഇൻസുലേറ്ററായ പൈപ്പിൽ. ഇൻസുലേറ്റർ എന്ന് വെച്ചാൽ എന്താ? കറണ്ടിനെ കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പൈപ്പിൽ ചുറ്റിയ പ്രതിരോധം കൂടിയ കമ്പിച്ചുരുൾ. കമ്പി ഇങ്ങനെ ചുറ്റിയെടുത്തേക്കാണ് AB എന്ന് പറയുന്ന ഭാഗത്ത്. ഇനി DC, പ്രതിരോധം വളരെ കുറഞ്ഞ ലോഹദണ്ഡ്. അതായത് പ്രതിരോധം കുറവാണ് ആ ലോഹദണ്ഡിന്. S എന്ന് പറയുന്നത് സമ്പർക്കത്തിൽ വരുന്ന ഭാഗം. അതായത് ആ ലോഹദണ്ഡും അതേപോലെ തന്നെ ഈ കമ്പിച്ചുരുളുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വരുന്ന ഒരു ഭാഗമാണ് S എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. Aയിൽ നിന്ന് പ്രവഹിക്കുന്ന വൈദ്യുതി കമ്പിച്ചുരുളിലൂടെ കടന്ന് S വഴി C എന്ന അഗ്രത്തിൽ എത്തുന്നു. അപ്പോൾ ഇവിടെ ഒരു ബാഹ്യ ഊർജ്ജ സ്രോതസ്സിനെ എയുമായിട്ട് നമ്മൾ ആദ്യം കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ വൈദ്യുതി കടന്ന് എങ്ങനെ പോകും? കമ്പിച്ചുരുളിലൂടെ പോകും. അത് എസ്സിലൂടെ കടന്ന് S വഴിയാണ് C എന്ന് പറയുന്ന ആ ഒരു അഗ്രത്തിലെത്തുന്നത്. സമ്പർക്കം S ലോഹദണ്ഡിൻ്റെ D മുതൽ C വരെ നീക്കുന്നതിനനുസരിച്ച് വൈദ്യുതി കടന്നു പോകുന്ന കമ്പിച്ചുരുളിൻ്റെ നീളം വ്യത്യാസപ്പെടുന്നു. ഇപ്പോൾ ഈ S എന്ന് പറയുന്ന ഭാഗം Dയുടെ തൊട്ടടുത്ത് രണ്ടാമത്തെ കമ്പിച്ചുരുളാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ കമ്പിച്ചുരുളിന് കുറച്ച് നീളം ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. അപ്പോൾ S നീക്കുന്നതിനനുസരിച്ചിട്ടാണ് കമ്പിച്ചുരുളിൻ്റെ നീളം കൂടി വരുന്നത്. അപ്പോൾ നീളത്തിലുള്ള വ്യത്യാസത്തിനനുസരിച്ചിട്ട് നമുക്ക് സർക്യൂട്ടിലെ പ്രതിരോധവും അതുവഴി കറണ്ടും ആവശ്യാനുസരണം മാറ്റുവാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്കാം. ഒരു റിയോസ്റ്റാറ്റിൽ പ്രതിരോധ കമ്പിയുടെ 100 ചുറ്റുകളാണ് ഉള്ളത്. ഒരു ചുറ്റിൻ്റെ പ്രതിരോധം 0.15 ഓം ആണ്. എങ്കിൽ ഈ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത പ്രതിരോധത്തിൻ്റെ മൂല്യം താഴെ കൊടുത്തവയിൽ ഏതാണ്? റിയോസ്റ്റാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയോസ്റ്റാറ്റിൻ്റെ വാല്യൂസ് നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ ചുറ്റുകളുടെ എണ്ണമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അല്ലാണ്ട് നമ്മൾ 0 മുതൽ മാക്സിമം വരെ വാല്യൂ കൊടുക്കുക അങ്ങനെയൊന്നുമല്ല. അതായത് പരമാവധി വരെ നമുക്ക് വാല്യൂ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ചുറ്റുകളുടെ എണ്ണമാണ് നമ്മളെപ്പോഴും നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ ആ ചുറ്റുകളുടെ പ്രതിരോധം എത്രയാണോ ആ പ്രതിരോധത്തിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള നമ്പർ മാത്രമുള്ള പ്രതിരോധം മാത്രമേ നമുക്ക് ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. ഇവിടെ 0.15 ഒരു ചുറ്റിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണിതങ്ങളായിട്ട് വരുന്നത്, അതായത് 0.15നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടാവും, 3 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ഉണ്ടാവും അല്ലേ. അതേപോലുള്ള ആൻസറുകൾ വരുന്ന പ്രതിരോധം മാത്രമേ നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ തന്നിരിക്കുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉത്തരമായിട്ട് വരാൻ സാധ്യത ഇല്ലാത്തത് 4 ഓമാണ്. അതായത് C എന്ന് പറയുന്ന ആൻസറാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എഴുതിയത് വായിക്കാം. റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് 0 മുതൽ പരമാവധി വരെ ഏതു മൂല്യം പ്രതിരോധവും ഉൾപ്പെടുത്താൻ സാധിക്കില്ല.
നാം സമ്പർക്കം നിരക്കി നീക്കുമ്പോൾ സർക്യൂട്ടിൽ ഉൾപ്പെടുന്നത് 1 കോയിൽ 2 കോയിൽ 3 കോയിൽ അങ്ങനെയാണ് തുടങ്ങിയവ ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. ഓരോ ചുറ്റിൻ്റെയും പ്രതിരോധത്തിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള പ്രതിരോധം മാത്രമേ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇവിടെ 0.15ൻ്റെ ഗുണിതങ്ങൾ, അതുകൊണ്ട് ഉത്തരം സി ആണ്, അതായത് 4 ഓം ആണ്. നെക്സ്റ്റ് ആണ് പ്രതിരോധങ്ങളുടെ ക്രമീകരണം സർക്യൂട്ടിൽ. ഇനി പ്രതിരോധങ്ങൾ ഒരു സർക്യൂട്ടിൽ എങ്ങനെയൊക്കെയാണ് ക്രമീകരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 3 വോൾട്ടിൻ്റെ ബാറ്ററി, സ്വിച്ചുകൾ, 3 വോൾട്ടിൻ്റെ ബൾബ് എന്നിവ ഉപയോഗിച്ച് താഴെ കൊടുത്ത രീതിയിൽ 2 സർക്യൂട്ടുകൾ നിർമ്മിച്ച് സ്വിച്ചുകൾ പ്രവർത്തിപ്പിച്ച് ബൾബുകൾ പ്രകാശിക്കുന്നത് നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി താഴെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് ആൻസർ ചെയ്യാം. തന്നിരിക്കുന്ന ചിത്രത്തിൽ ബൾബുകളായാലും സ്വിച്ചുകളായാലും ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യത്തെ ചിത്രത്തിൽ ശ്രേണി രീതിയിലും രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വന്നപ്പോൾ അത് സമാന്തര രീതിയിലുമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 2 സർക്യൂട്ടുകളിലെയും S1 S2 ഓണാക്കുക, അതായത് സ്വിച്ചുകളാണ് കേട്ടോ. ഏത് സർക്യൂട്ടിലെ ബൾബാണ് കൂടുതൽ തീവ്രതയോടെ പ്രകാശിച്ചത് എന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ത് പറയാം? ഫിഗർ ബിയിലെ ബൾബായിരിക്കും കൂടുതൽ ശോഭയോടുകൂടി കത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതെന്താ അങ്ങനെയെന്ന് അല്ലേ? അതിൻ്റെ കാരണം പറയാം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2 സർക്യൂട്ടിലെയും S1 എന്ന സ്വിച്ച് മാത്രം ഓൺ ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ആദ്യത്തെ സർക്യൂട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫിഗർ എ എന്ന് പറയുന്നതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ S1നെ മാത്രം ഓൺ ചെയ്യണം അല്ലേ? S1 ഓൺ ചെയ്യാന്നുണ്ടെങ്കിൽ S2 എന്ന് പറയുന്ന സ്വിച്ച് അവിടെ ഓഫായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയേ, ഒരു 3 വോൾട്ട് എന്ന് പറഞ്ഞ താഴെ ഒരു ബാറ്ററി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നുള്ള ഒരു കണക്ഷൻ S2ലേക്ക് വന്നിട്ടുണ്ട്. ഞാനൊരു ആരോ മാർക്ക് കൊടുത്തിട്ട് കണ്ടല്ലോ. ആ S2 അവിടെ ഓഫായി കിടക്കണം. അതിൽ കൂടെ കറണ്ട് ഒഴുകിയിട്ട് വേണം S1ലേക്ക് എത്താൻ. മനസ്സിലായോ? അപ്പോൾ S2 അവിടെ ഓഫായത് കൊണ്ട് അവിടെയുള്ള 2 ബൾബും പ്രകാശിക്കില്ല. അതായത് കണക്ഷൻ അവിടെ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട്. പറഞ്ഞത് മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഫിഗർ ബിയിലേക്ക് വരാം. ബിയിലേക്ക് വരുമ്പോൾ ഇവിടെ S1 എന്ന് പറയുന്ന സ്വിച്ച് മാത്രമേ ഓൺ ആയിട്ടുള്ളൂ അല്ലേ? S2 ഓഫാണ്. അപ്പോൾ S1ൻ്റെ അടുത്തുള്ള ബൾബ് മാത്രമേ അവിടെ പ്രകാശിക്കുകയുള്ളൂ. 2 സർക്യൂട്ടിലെയും എല്ലാ സ്വിച്ചുകളും ഓൺ ചെയ്താൽ ചിത്രം 728 ബിയിലെ ബൾബുകൾ താരതമ്യേന കൂടുതൽ ശോഭയോടെ പ്രകാശിക്കാൻ കാരണമെന്ത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. അതിൻ്റെ കാരണമാണ് പറയാൻ പോകുന്നത്. അതായത് ബൾബുകൾക്ക് ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലും കറണ്ടിലുമുള്ള വ്യത്യാസമാണ് പ്രകാശ തീവ്രത കൂടുന്നതിനും കുറയുന്നതിനുമുള്ള കാരണം. പറഞ്ഞത് മനസ്സിലായല്ലോ? ഇനി ചിത്രം എയിൽ സൂചിപ്പിച്ചതുപോലെ ബൾബുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ശ്രേണി രീതിയിലാണ്. ബിയിലാണെന്നുണ്ടെങ്കിലോ സമാന്തര രീതിയിലാണ്. ശ്രേണിയിലോ സമാന്തര രീതിയിലോ ഘടിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലെ പ്രതിരോധത്തിന് വ്യത്യാസം വരുന്നുണ്ടോ? വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ സമാന്തര രീതിയിലും ശ്രേണി രീതിയിലും പ്രതിരോധങ്ങൾ ഘടിപ്പിക്കുമ്പോഴുള്ള വ്യത്യാസത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യണില്ല. നെക്സ്റ്റ് ആണ് സർക്യൂട്ടിലെ സഫല പ്രതിരോധം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ സഫല പ്രതിരോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയ ഒന്നിലധികം പ്രതിരോധങ്ങളുടെ ഫലം ഉളവാക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധകത്തിൻ്റെ പ്രതിരോധമാണ് സഫല പ്രതിരോധം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു സർക്യൂട്ടിൽ 1-2 പ്രതിരോധങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള പ്രതിരോധം നമുക്ക് കണ്ടുപിടിക്കണം. ആ ഒരു മൊത്തത്തിലുള്ള പ്രതിരോധത്തിനെ പറയുന്നതാണ് സഫല പ്രതിരോധം എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ 2 പ്രതിരോധങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയെങ്കിൽ അതിന് നമ്മൾ R1 R2 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ആകെ പ്രതിരോധം, സഫല പ്രതിരോധം എന്ന് പറയുന്നത് R1 + R2 ആയിരിക്കും. അത്രയേ ഉള്ളൂ. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളും കൂടി കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഇവിടെ ചിത്രം 7.2.9 കാണിച്ച സർക്യൂട്ട് നിരീക്ഷിക്കുക. ശ്രേണി രീതിയിൽ പ്രതിരോധകങ്ങളെ ഘടിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം ങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെടുന്നു. അതായത് V = V1 + V2. അതായത് ആ ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് V ആണ്. സർക്യൂട്ടിൽ 2 പ്രതിരോധകങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആകെയുള്ള ആ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസത്തിനെ 2ആയിട്ട് വിഭജിക്കുകയാണ്. 2ആയിട്ട് വിഭജിച്ചിട്ട് 2 പേർക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അതായത് ഒരാൾക്ക് V1 എന്നും ഒരാൾക്ക് V2 എന്നും പറഞ്ഞ് കൊടുക്കുകയാണ്. ഇനി ഇവിടെ പറയുന്നത് ഓം നിയമം അനുസരിച്ചിട്ട് V = I × R ആണ്. R എന്നത് സർക്യൂട്ടിലെ സഫല പ്രതിരോധവും V എന്നത് A, B എന്നീ അഗ്രങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസവുമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. V എന്ന് പറയുന്നത് എന്താ? 2 അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് V എന്ന് പറയുന്നത്. പിന്നെയോ R എന്ന് പറയുന്നത് സഫല പ്രതിരോധമാണ്. 2 പ്രതിരോധങ്ങളിലൂടെയും ഒഴുകുന്ന കറണ്ട് I അത് തുല്യമാണ് കേട്ടോ. ഇവിടെ എന്താ? പൊട്ടൻഷ്യൽ വ്യത്യാസം മാത്രമേ വിഭജിക്കപ്പെടുന്നുള്ളൂ. കറണ്ട് എന്ന് പറയുന്നത് തുല്യമാണ്. അപ്പോൾ V1 = I × R1, V2 = I × R2.
ഞാനത് എഴുതിയിട്ടൊന്നുകൂടി പറഞ്ഞു തരാം നിങ്ങൾക്ക്. അതായത് വി സീക്വൽ ടു V1 + V2 ആണ്. അതായത് ആ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് V ആണ്. അതിനെന്താ രണ്ട് പ്രതിരോധങ്ങൾക്കും കൂടി വിഭജിച്ചപ്പോൾ V1 + V2 ആയി. ഓം നിയമം അനുസരിച്ചിട്ട് V സീക്വൽ ടു IR ആണ് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് പ്രതിരോധങ്ങളുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഇവിടെ എന്താ രണ്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് V1 നമുക്ക് I × R1 എന്ന് കൊടുക്കാം, V2 നമുക്ക് I × R2 എന്ന് കൊടുക്കാം. നമ്മുടെ സമവാക്യം എന്താ V സീക്വൽ ടു V1 + V2 ആണ് ആദ്യം നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിലേക്ക് ഈ പറഞ്ഞ വാല്യൂസ് മുഴുവൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് വിക്ക് എന്ത് കൊടുത്തു? IR കൊടുത്തു, V1 I × R1 കൊടുത്തു, പ്ലസ് V2 I × R2 കൊടുത്തു. ഇനി നമുക്ക് IR സീക്വൽ ടു റൈറ്റ് സൈഡിൽ രണ്ട് ഭാഗത്തും I ഉള്ളത് കൊണ്ട് Iനെ കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തു, എന്ത് ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? IR സീക്വൽ ടു I × ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ R1 + R2. രണ്ട് സൈഡിലും അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും I ക്യാൻസൽ ചെയ്ത് കളയാണ് രണ്ട് സൈഡിലുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ R സീക്വൽ ടു R1 + R2. ഇതാണ് ആ ഒരു സർക്യൂട്ടിലെ സഫല പ്രതിരോധം എന്ന് പറയുന്നത്. അതായത് ശ്രേണി രീതിയിലാണ് പ്രതിരോധങ്ങൾ ഘടിപ്പിക്കുന്നതെങ്കിൽ അവിടെയുള്ള സഫല പ്രതിരോധം R സീക്വൽ ടു R1 + R2 ആയിരിക്കും. ശ്രേണി രീതിയിൽ പ്രതിരോധകങ്ങളെ ഘടിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കൂടുന്നു. ശ്രേണി രീതിയിൽ പ്രതിരോധങ്ങൾ ഘടിപ്പിക്കുമ്പോൾ പ്രതിരോധങ്ങളുടെ ആകെത്തുകയായിരിക്കും സഫല പ്രതിരോധം എന്ന് പറയുന്നത്. അതായത് R സീക്വൽ ടു R1 + R2 ആയിരിക്കും. 6 ഓം പ്രതിരോധമുള്ള N പ്രതിരോധകങ്ങളെ ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചാൽ സഫല പ്രതിരോധം NR ആയിരിക്കും. അതായത് ഒരേ മൂല്യമുള്ള പ്രതിരോധകങ്ങളാണ് ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുന്നതെങ്കിൽ ഈ എല്ലാതിനെയും ഒരുമിച്ച് കൂട്ടുന്നതിന് പകരം നമുക്കതിനെ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രതിരോധത്തിൻ്റെ എണ്ണം N-ഉം അതുപോലെ തന്നെ പ്രതിരോധം R ആണെന്നുണ്ടെങ്കിൽ ആകെ സഫല പ്രതിരോധം എന്ന് പറയുന്നത്, അതായത് സഫല പ്രതിരോധം എന്ന് പറയുന്നത് NR ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രേണി രീതിയിൽ പ്രതിരോധകങ്ങൾ ഘടിപ്പിക്കുമ്പോൾ ഉയർന്ന പ്രതിരോധമുള്ള പ്രതിരോധകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എപ്രകാരമായിരിക്കുന്നു? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ശ്രേണി രീതിയിലാണ് പ്രതിരോധകങ്ങൾ ഘടിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഉയർന്ന പ്രതിരോധമാണെന്നുണ്ടെങ്കിൽ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരേ മൂല്യമുള്ള പ്രതിരോധകങ്ങളാണ് ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുന്നതെങ്കിൽ പ്രതിരോധങ്ങളുടെ അഗ്രങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എപ്രകാരമായിരിക്കും? ഒരേ മൂല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 ഓമുള്ള പ്രതിരോധകങ്ങളാണ് ഒരു 3-4 എണ്ണം ഘടിപ്പിക്കുന്നതെങ്കിൽ അവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എല്ലാതിൻ്റെയും വാല്യൂ ഒന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അടുത്ത പ്രോബ്ലമാണ് 8 ഓം 4 ഓം എന്നീ രണ്ട് പ്രതിരോധകങ്ങളും 6 വോൾട്ടിൻ്റെ ബാറ്ററിയും തന്നിരിക്കുന്നു. ഇവയെ ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുന്നതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക. സർക്യൂട്ടിലെ സഫല പ്രതിരോധം കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. സർക്യൂട്ട് ഡയഗ്രം ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ വരയ്ക്കുക. അതായത് 8 ഓമിൻ്റെയും 4 ഓമിൻ്റെ രണ്ട് പ്രതിരോധകങ്ങളും അതുപോലെ തന്നെ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു 6 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. ഇനി നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് സഫല പ്രതിരോധം കണ്ടുപിടിക്കാനാണ് അല്ലേ. ഇത് ശ്രേണി രീതിയാണ്. അപ്പോൾ ഇക്വേഷൻ വരുന്നത് R സീക്വൽ ടു R1 + R2. അതായത് R1 എന്ന് പറയുന്നത് 8ഉം R2 എന്ന് പറയുന്നത് 4ഉം. 8 4 12 ഓമാണ്. അപ്പോൾ ആകെ എന്താ സഫല പ്രതിരോധം എന്ന് പറയുന്നത്. ഇനി നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇക്വേഷൻ വരുന്നത് എന്താ? I സീക്വൽ ടു V/R. ഇവിടെ V എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണല്ലേ. 6 വോൾട്ടാണ് വന്നിരിക്കുന്നത്. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 12. അപ്പോൾ 6/12 എന്ത് വരും? 0.5 ആംപിയർ കറണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 2 ഓം വീതം പ്രതിരോധമുള്ള 10 പ്രതിരോധകങ്ങൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാൽ ലഭിക്കുന്ന സഫല പ്രതിരോധം എത്ര? നമ്മൾ നേരത്തെ പറഞ്ഞു ഒരേ മൂല്യമുള്ള പ്രതിരോധകങ്ങളാണ് ഘടിപ്പിക്കുന്നതെങ്കിൽ ഇക്വേഷൻ വരുന്നത് എന്താ? NR ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. സഫല പ്രതിരോധം ഈക്വൽ ടു NR. അത് N എന്ന് പറഞ്ഞാൽ 10, R എന്ന് പറഞ്ഞാൽ 2 ഓമാണ്. അതായത് 10 × 2 20 ഓമാണ് സഫല പ്രതിരോധമായിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 6 ഓം പ്രതിരോധമുള്ള എത്ര പ്രതിരോധകങ്ങൾ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ചാലാണ് 42 ഓം സഫല പ്രതിരോധം ലഭിക്കുക? അപ്പോൾ നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രതിരോധകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം, N കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കത് ചെയ്താലോ? തന്നിരിക്കുന്ന വാല്യൂസൊക്കെ നമുക്ക് എടുത്ത് എഴുതാം. സഫല പ്രതിരോധം ഈക്വൽ ടു 42 ഓം, പ്രതിരോധം ഈക്വൽ ടു 6 ഓം. സഫല പ്രതിരോധം കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത് NR ആണ്. നമുക്കതിൽ N ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻ വരുന്നത് സഫല പ്രതിരോധം /R ആണ്. സഫല പ്രതിരോധം 42 ആണ്. ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ 6 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് വരും? 7 ആയിരിക്കും ഇവിടെ ആൻസർ വരുന്നത്. അത് പ്രതിരോധങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 7.
ഇപ്പോൾ നമ്മൾ ശ്രേണി രീതിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സമാന്തര രീതിയാണ്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിലേതുപോലെ പ്രതിരോധങ്ങളെ സമാന്തരമായി ഘടിപ്പിച്ചാൽ കറണ്ട് ഓരോ ശാഖ വഴിയും വിഭജിച്ച് സർക്യൂട്ട് പൂർത്തിയാകുന്നു. നമ്മൾ ശ്രേണി രീതിയിൽ പറഞ്ഞപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് വിഭജിക്കപ്പെടുന്നത് അല്ലേ. സമാന്തര രീതിയിലേക്ക് വന്നപ്പോഴോ കറണ്ടാണ് വിഭജിക്കപ്പെടുന്നത്. മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ സർക്യൂട്ടിലെ ആകെ കറണ്ട് എന്നത് ശാഖാ സർക്യൂട്ടുകളിലെ കറണ്ടുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. അതായത് ആകെ കറണ്ട് എന്ന് പറയുന്നത് I ആണ് അല്ലേ. രണ്ട് സർക്യൂട്ടിലേക്കും രണ്ട് ശാഖ വഴി കറണ്ട് പോകുമ്പോൾ അത് I1 + I2 ആയിട്ട് മാറും. R എന്നത് സർക്യൂട്ടിലെ സഫല പ്രതിരോധവും V എന്നത് A, B എന്നീ അഗ്രങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസവുമാണെങ്കിൽ ഓം നിയമം അനുസരിച്ചിട്ട് I = V/R. അപ്പോൾ രണ്ട് പ്രതിരോധങ്ങൾക്കും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായിരിക്കും അല്ലേ. ഇനി ഞാൻ എഴുതി കാണിച്ചു തരാം കേട്ടോ. സമാന്തര രീതിയിലാവുമ്പോൾ കറണ്ട് വിഭജിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ I എന്ന് പറയുന്ന ഇക്വേഷൻ വരുന്നത് I1 + I2 ആണ്. ഓം നിയമം അനുസരിച്ചിട്ട് I = V/R ആണ്. അപ്പോൾ ഇവിടെ I2 എന്ന് പറയുന്നത് V/R2ഉം I1 എന്ന് പറയുന്നത് V/R1 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് I = I1 + I2 ആണ്. അപ്പോൾ നമുക്ക് Iക്കും അതുപോലെ തന്നെ I1ഉം I2നൊക്കെ ഈ പറയുന്ന വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Iക്ക് എന്ത് കൊടുക്കാം? V/R. I1 എന്ത് കൊടുക്കാം? V/R1 പ്ലസ് I2ന് V/R2. രണ്ട് സൈഡിലും V കോമൺ ഫാക്ടറാണ് അല്ലേ. അപ്പോൾ രണ്ടിനെ നമ്മൾ Vനെ നമ്മൾ മാറ്റി നിർത്തി. അതായത് V × 1/R = V × ബ്രാക്കറ്റിനുള്ളിൽ 1/R1 + 1/R2. രണ്ട് സൈഡിലും V ഉള്ളത് കൊണ്ട് V രണ്ട് ക്യാൻസൽ ആയിപ്പോയി. ബാക്കി വരുന്നത് 1/R = 1/R1 + 1/R2. 1/R2 ഞാൻ പെട്ടെന്ന് എഴുതിപ്പോയതാണ്. മുകളിൽ ഒരു 1 ഉണ്ട്. ആവേശം കൊണ്ട് പെട്ടെന്ന് എഴുതിപ്പോയതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ R = R1R2/R1 + R2 നമുക്ക് ഇക്വേഷൻ കിട്ടും. നിങ്ങൾക്ക് ഇക്വേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. ഇതുവരെയും അങ്ങനെ ബാക്കിയുള്ളൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. സമാന്തര രീതിയിൽ പ്രതിരോധങ്ങളെ ഘടിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കുറയുന്നു. അപ്പോൾ ശ്രേണി രീതിയിലാണ് സഫല പ്രതിരോധം ഏറ്റവും കൂടുതൽ വരുന്നത്. സമാന്തര രീതിയിലാകുമ്പോഴോ സഫല പ്രതിരോധം കുറയാണ് ചെയ്യുന്നത്. 6 ഓം പ്രതിരോധമുള്ള N പ്രതിരോധകങ്ങളെ സമാന്തരമായി ഘടിപ്പിച്ചാൽ സഫല പ്രതിരോധം R/N ആയിരിക്കും. അതായത് ഒരേ മൂല്യമുള്ള പ്രതിരോധകങ്ങളെ സമാന്തര രീതിയിൽ ഘടിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് R/N എന്ന് പറയുന്ന ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. 6 ഓം 3 ഓം എന്നീ രണ്ട് പ്രതിരോധകങ്ങളും 6 വോൾട്ട് ബാറ്ററിയും തന്നിരിക്കുന്നു. ഇവയെ സമാന്തരമായി ബന്ധിപ്പിക്കുന്നതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. സഫല പ്രതിരോധം കണ്ടുപിടിക്കുക. ഓരോ പ്രതിരോധത്തിലൂടെയുമുള്ള കറണ്ട് എത്രയാണെന്ന് കണക്കാക്കുക. സമാന്തര രീതിയിൽ പ്രതിരോധങ്ങൾ ഘടിപ്പിക്കുമ്പോൾ ചിത്രത്തിൽ തന്നിരിക്കുന്ന പോലെയാണ് സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്. സഫല പ്രതിരോധം കാണാനുള്ള സമവാക്യം R = R1R2 / R1 + R2. ഇവിടെ R1 6 ആയിട്ടും R2 3 ആയിട്ടും എടുത്തിരിക്കുന്നത്. അപ്പോൾ 6 × 3 18ഉം 6 + 3 9 ആണ്. അപ്പോൾ ഇക്വേഷൻ ആൻസർ എന്ത് വരും? 2 ഓം ആണ് വേണ്ടത്. ഇനി കറണ്ട് കണ്ടുപിടിക്കണം. അതായത് 6 ഓമിൽ കൂടെയുള്ള കറണ്ടും 3 ഓമിൽ കൂടെയുള്ള കറണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് I1 = V/R1. ഇവിടെ V എന്ന് പറയുന്നത് എത്രയാണ്? 6 വോൾട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 6/6 1 ആംപിയർ വരും. ഇനിയോ 3 ഓമിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് V/R2 ആണ്. അതായത് 6/3 = 2 ആംപിയർ. ഒരേ മൂല്യമുള്ള പ്രതിരോധകങ്ങളാണ് സമാന്തര രീതിയിൽ ഘടിപ്പിക്കുന്നതെങ്കിൽ ഓരോ പ്രതിരോധകത്തിലൂടെയുള്ള കറണ്ട് എപ്രകാരമായിരിക്കും? തുല്യമായിരിക്കും അല്ലേ. ഇനി അടുത്തത് 10 ഓം വീതം പ്രതിരോധമുള്ള 5 പ്രതിരോധകങ്ങൾ സമാന്തരമായി ഘടിപ്പിച്ചാൽ ലഭിക്കുന്ന സഫല പ്രതിരോധം എത്ര? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 10 ഓം വീതമുള്ള 5 പ്രതിരോധകങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് എന്താ? സഫല പ്രതിരോധം = R/n ആണ് അല്ലേ. അപ്പോൾ അതായത് 10/5 2 ഓം. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ചിത്രം 7.3.2 കൊടുത്തിരിക്കുന്ന ക്രമീകരണത്തിൻ്റെ സഫല പ്രതിരോധം എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിലെ ഒരു പ്രതിരോധകം ശ്രേണി രീതിയിലും രണ്ടെണ്ണം സമാന്തര രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സഫല പ്രതിരോധം R = R1 + R2R3 / R2 + R3 എന്ന് പറഞ്ഞ് കൊടുക്കാം. എല്ലാതിൻ്റെ വാല്യൂസ് 2 ആണ് അല്ലേ. അപ്പോൾ 2 + 2 × 2 / 2 + 2. അപ്പോൾ ആൻസർ വരുന്നത് 2 + 2 × 2 4, 2 + 2 4. അപ്പോൾ 4/4 1. 2 + 1 = 3 ആണ് ആൻസർ വരുന്നത്. പ്രതിരോധകങ്ങൾ സർക്യൂട്ടിൽ ശ്രേണിയായി ഘടിപ്പിക്കുമ്പോഴും സമാന്തരമായി ഘടിപ്പിക്കുമ്പോഴുമുള്ള വ്യത്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിക്കണം. എക്സാമിന് എന്തായാലും വരും.
നമുക്ക് നോക്കാം. പ്രതിരോധങ്ങൾ ശ്രേണി രീതിയിൽ സഫല പ്രതിരോധം കൂടുന്നു, സമാന്തര രീതിയിലോ സഫല പ്രതിരോധം കുറയുന്നു. ഇനി ശ്രേണി രീതിയിലേക്ക് വരാം. ഓരോ പ്രതിരോധത്തിലൂടെയും ഒഴുകുന്ന കറണ്ട് തുല്യമായിരിക്കും. സമാന്തര രീതിയിലേക്ക് വരുമ്പോൾ ഓരോ പ്രതിരോധകത്തിലൂടെയും ഒഴുകുന്ന കറണ്ട് പ്രതിരോധകത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് വിഭജിക്കപ്പെടുന്നു. ഇനി ശ്രേണി രീതിയിൽ ഓരോ പ്രതിരോധകത്തിലും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രതിരോധകത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് വിഭജിക്കപ്പെടുന്നു. സമാന്തര രീതിയിൽ ഓരോ പ്രതിരോധത്തിലും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമായിരിക്കും. ഇനി ശ്രേണി രീതിയിൽ നോക്കാം. ഓരോ പ്രതിരോധകത്തെയും പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയില്ല. സമാന്തര രീതിയിലോ നമുക്ക് പ്രത്യേക സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയും. നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. സർക്യൂട്ടിലൂടെയുള്ള കറണ്ടിനെ കുറയ്ക്കുന്നവയാണ് പ്രതിരോധകങ്ങൾ. വിവിധ സർക്യൂട്ടുകളിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തെയോ കറണ്ടിനെയോ ആവശ്യാനുസരണം കുറയ്ക്കുവാൻ വിവിധ മൂല്യങ്ങളുള്ള പ്രതിരോധകങ്ങൾ സംയോജിപ്പിച്ച് ഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രതിരോധങ്ങൾ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലെ കറണ്ടിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസത്തെയോ കറണ്ടിനെയോ ആവശ്യാനുസരണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വിവിധ മൂല്യങ്ങളുള്ള പ്രതിരോധങ്ങളെ ഒരുമിപ്പിച്ചിട്ട് സർക്യൂട്ടിൽ ഘടിപ്പിക്കാറുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ബൾബ്, ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി തുടങ്ങിയ ഉപകരണങ്ങളിലെല്ലാം പ്രതിരോധങ്ങളുണ്ട്. ഗാർഹിക സർക്യൂട്ടുകളിൽ ബൾബ്, ഫാൻ തുടങ്ങിയ വൈദ്യുതോപകരണങ്ങൾ ഘടിപ്പിക്കുന്നത് ഏത് രീതിയിലാണ്? അത് ഏത് രീതിയിലാണ്? സമാന്തര രീതിയിലാണ്. സമാന്തര രീതിയിൽ വൈദ്യുത ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം? അപ്പോൾ നമുക്ക് ഇതിന് ആൻസർ നോക്കിയാലോ. സമാന്തര രീതിയിൽ ഘടിപ്പിക്കുന്നത് മൂലം ഓരോ ഉപകരണത്തിനും ഒരേ വോൾട്ടതയും ആവശ്യമായ കറണ്ടും ലഭിക്കുന്നു. ഓരോ ഉപകരണത്തിനും അതിൽ രേഖപ്പെടുത്തിയ പവറിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഓരോ ഉപകരണത്തെയും പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അടുത്തത് നോക്കാം. 3 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ പ്രവർത്തിക്കുന്ന ബൾബ്, 12 ഓം പ്രതിരോധകം, 9 വോൾട്ട് ബാറ്ററി എന്നിവ ഉൾപ്പെടുന്ന ഒരു സർക്യൂട്ടും, അതായത് 733A എന്ന് പറയുന്നൊരു സർക്യൂട്ടും 12 ഓം പ്രതിരോധകം ഉൾപ്പെടാത്ത മറ്റൊരു സർക്യൂട്ടും, അത് ബിയും നൽകിയിരിക്കുന്നു. ബൾബിൻ്റെ പ്രതിരോധം 6 ഓം ആണ്. സർക്യൂട്ട് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരേതാനം പറഞ്ഞിരിക്കുന്നത്. ഏത് സർക്യൂട്ടിലാണ് പ്രതിരോധം കൂടുതലെന്ന്? പ്രതിരോധം കൂടുതൽ വരുന്നത് എ എന്ന് പറയുന്ന സർക്യൂട്ടിലാണ്. രണ്ടാമത്തെ സർക്യൂട്ടിൽ 12 ഓമിൻ്റെ പ്രതിരോധം ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എയിലാണ് പ്രതിരോധം കൂടുതൽ. ഏത് സർക്യൂട്ടിലാണ് ബൾബിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ 3 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം ലഭിക്കുന്നത്? തന്നിരിക്കുന്ന 2 സർക്യൂട്ടിലെയും പൊട്ടൻഷ്യൽ വ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്കത് കണ്ടുപിടിക്കാം. ചിത്രം എയിൽ I=V/R. അതോടെ V തന്നിട്ടുണ്ട് 9. R എന്ന് പറഞ്ഞാൽ അവിടെ 2 പ്രതിരോധങ്ങൾ ഉള്ളത് കൊണ്ട് R1 + R2 ആയിട്ട് എടുക്കുകയാണ്. അതായത് 6 + 12. അപ്പോൾ I=9/6 + 12 18 വരും. 9/18 1/2 ആണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ വ്യത്യാസം V കണ്ടുപിടിക്കണം. I×R. അവിടെ Rൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ് വരുന്നത്. അതായത് ബൾബിൻ്റെ പ്രതിരോധം അവിടെ 6 ഓം ആണെന്ന് തന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V = Iക്ക് 1/2 ക്യാപിറ്റൽ Rന് 6 കൊടുക്കാം. അപ്പോൾ 6/2 = 3 വോൾട്ട് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഈ ചിത്രം ബിയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം കണ്ടുപിടിക്കണം. അതിൽ I=V/R. V തന്നിട്ടുണ്ട് 9, R തന്നിട്ടുണ്ട് 6. അപ്പോൾ I = 9/6 3/2 കിട്ടും. നമുക്ക് പൊട്ടൻഷ്യൽ വ്യത്യാസം V = I×R ആണ് കണ്ടുപിടിക്കേണ്ടത്. I എന്ന് പറഞ്ഞാൽ 3/2 × R എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ 6ൽ 2 3 പ്രാവശ്യം 3 × 3 9 വോൾട്ട് ആയിരിക്കും പൊട്ടൻഷ്യൽ വ്യത്യാസം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ത് പറയാം? ഏത് സർക്യൂട്ടിലാണ് ബൾബിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ 3 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം ലഭിച്ചത്? എ എന്ന് പറയുന്ന ഫിഗറിൽ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. സ്വിച്ച് ഓൺ ചെയ്താൽ ചിത്രം 733B സർക്യൂട്ടിലെ ബൾബിന് എന്താണ് സംഭവിക്കുക? അതിൻ്റെ ആൻസർ അവിടെ കൊടുത്തിരിക്കുന്നത് ബൾബിന് ആവശ്യമായതിലും അധികം പൊട്ടൻഷ്യൽ വ്യത്യാസം ലഭിക്കുന്നതിനാൽ കറണ്ട് വർദ്ധിക്കുകയും ബൾബ് കേടാവുകയും ചെയ്യും. ചിത്രം എയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് 3ഉം ബിയിൽ 9ഉം ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ബിക്കാണ് കൂടുതൽ പൊട്ടൻഷ്യൽ വ്യത്യാസം വന്നിരിക്കുന്നത്. പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുമ്പോൾ കറണ്ടിൻ്റെ അളവ് വർദ്ധിക്കുകയും ബൾബ് ഫ്യൂസ് ആവുകയും ചെയ്യുന്നു. സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ നിരീക്ഷിച്ച സർക്യൂട്ടിൽ LED-ക്കൊപ്പം ബന്ധിപ്പിച്ച ഘടകം പ്രതിരോധകമാണെന്നും ഇത് എന്തിനാണ് സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയെന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാറ്ററി, സെല്ല് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതിയും നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി ഒരേ ദിശയിൽ മാത്രമാണ് പ്രവഹിക്കുന്നത്. എന്നാൽ വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി ക്രമമായ ഇടവേളകളിൽ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ്.
കൂടാതെ ഉയർന്ന വോൾട്ടേജിലുള്ള വൈദ്യുതിയുമാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ച പരീക്ഷണങ്ങളും സർക്യൂട്ടുകളും വീടുകളിലുള്ള വൈദ്യുതിയുമായി ബന്ധിപ്പിച്ച് ചെയ്യരുത്. ഈ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗങ്ങൾ എന്തായാലും പഠിക്കണം. ഏറ്റവും ലാസ്റ്റത്തെ പാരഗ്രാഫാണെന്ന് കരുതി പഠിക്കാതെ വിടരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് ഒരു ദിശയിൽ മാത്രമേ പ്രവഹിക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് ക്രമമായ ഇടവേളകളിൽ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ്. അതായത് ഇതിനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC എന്നും അതേപോലെ തന്നെ ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്നതിനെ DC ഡയറക്റ്റ് കറണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ പറയുന്നത് നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് 230 വോൾട്ട് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉയർന്ന വോൾട്ടേജിലുള്ള വൈദ്യുതിയാണ് 230 വോൾട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച പരീക്ഷണങ്ങളൊന്നും തന്നെ അതുപോലെ തന്നെ സർക്യൂട്ടുകളും വീടുകളിലുള്ള വൈദ്യുതിയുമായി ബന്ധിപ്പിച്ച് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.